Dear students, today we are going to discuss a new section, section 8.10, orthogonal matrices. So, before going to discuss what is meant by an orthogonal matrix, let us recall some elementary properties of complex numbers, such as conjugate of a complex number, equality of two complex numbers, and what is meant by magnitude of a complex number, etc. Okay, so we know that how to write a complex number. Suppose z is a complex number, then z can be written as z equal to a plus ib, where a and b are real numbers, and this I is called imaginary number, such that I square equal to minus 1. Okay, now what is mean by a conjugate of a complex number? We know that conjugate of a complex number z can be written as z bar, which is equal to a minus ib. Okay, now if z equal to z bar, that means a plus ib equal to a minus ib. So this implies b equal to 0, or we can say that if z equal to z bar, then z is a real number. അതുപോലെ തന്നെ what is meant by a magnitude of a complex number? Okay, that is mod z. നമുക്ക് അങ്ങനെ എഴുതാം, which is equal to root of a square plus b square. This one, mod z equal to a square plus b square. Also, what is z bar? Which is also real number, product of a complex number and its conjugate. അതാണ് z into z bar എന്ന് പറയുന്നത്, which is equal to a square plus b square ആയിരിക്കും. അതുപോലെ തന്നെ mod z നമുക്ക് എങ്ങനെ എഴുതാം? mod z equal to root of a square plus b square, which is also equal to mod z bar. Okay, or we can write mod z square equal to z bar. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് some special type of matrices. Okay, in this section we are going to mainly discuss two type of matrices known as symmetric matrices and orthogonal matrices. Okay, so first we will discuss what is meant by symmetric matrices. Okay, so definition: an n by n matrix A is symmetric if A equal to A transpose. ഈ ഒരു നൊട്ടേഷൻ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എ എന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയുന്ന, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്നുള്ളത്, അല്ലേ? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ചേഞ്ചിങ് റോസ് ടു കോളംസ് ആൻഡ് കോളംസ് ടു റോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, സോ ഹിയർ വി ഹാവ് എ തിയറം: റിയൽ ഐഗൻ വാല്യൂസ്. ലെറ്റ് എ ബി എ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്, ദെൻ the eigenvalues of A are real. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അത് സിമെട്രിക് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രൂഫ്: ഇഫ് കെ ഈസ് an eigen vector corresponding to an eigen value lambda of A. ഓക്കെ, നമുക്കറിയാം ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് എങ്ങനെ കാണാമെന്ന് അറിയാം, അല്ലേ? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയൽ ഇക്വേഷൻ, അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അത് സോൾവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ലാംഡ കിട്ടുന്നത്. അതാണ് ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഐഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ മെട്രിക്സിൻ്റെ, നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂ നമ്മൾ കണ്ടു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ വെക്ടറും കണ്ടു. അപ്പോൾ എ എന്ന് പറയുന്ന നമ്മുടെ സിമെട്രിക് മെട്രിക്സിൻ്റെ ഒരു ഐഗൻ വാല്യൂ ആണ് ലാംഡ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ് കെ എങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഐഗൻ വെക്ടറിൻ്റെ ഡെഫിനിഷനും ഐഗൻ വാല്യൂസിൻ്റെ ഡെഫിനിഷനൊക്കെ
നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അവിടെ നമ്മൾ പറയുന്നുണ്ട് എ കെ ഈക്വൽ ടു ലാംഡ കെ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ കോൺജുഗേറ്റ് നമ്മൾ രണ്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ദെൻ ദ കോൺജുഗേറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇക്വേഷൻ ഈസ് എ ബാർ കെ ബാർ ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ആയിരിക്കും. ഇനി നമ്മുടെ തിയറത്തിൽ തന്നിട്ടുണ്ട് എ ബി എ സിമെട്രിക് മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്. അപ്പോൾ ഈ മെട്രിക്സിൽ റിയൽ എൻട്രീസ് ആണുള്ളത്. ഓക്കെ, സോ ദ എൻട്രീസ് ഓഫ് എ ആർ റിയൽ. വി ഹാവ് എ ഈക്വൽ ടു എ ബാർ. ഓക്കെ, നമ്മുടെ മെട്രിക്സിൽ റിയൽ എൻട്രീസ് ആണുള്ളത്. അപ്പോൾ റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? അത് റിയൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എ ഈക്വൽ ടു എ ബാർ ആയിരിക്കും. ആൻഡ് സോ ഈ ഒരു എക്സ്പ്രഷൻ എന്തായി മാറും? എ കെ ബാർ ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ആയിരിക്കും. ഓക്കെ, നൗ വി ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, and use the fact that A is symmetric. Also multiply the resulting equation on the right by K. എന്ത് കിട്ടും? അപ്പോൾ നമുക്കറിയാം എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അറിയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2ൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? എ കെ ബാർ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കെ ബാർ ട്രാൻസ്പോസ്, നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, സോ വി ഹാവ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എ തന്നെ എഴുതി. ഇവിടെ ആക്ച്വലി എ ട്രാൻസ്പോസ് ആണ് വരിക, ബട്ട് അവർ മെട്രിക്സ് ഈസ് സിമെട്രിക് മെട്രിക്സ്. സോ വിൽ റൈറ്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ എന്താ വരിക? ലാംഡ ബാർ കെ ബാർ ഹോൾ ട്രാൻസ്പോസ്. ലാംഡ ബാർ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ എഴുതും. ദെൻ കെ ബാർ ട്രാൻസ്പോസ് ഈ രൂപത്തിലാണ് വരിക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ അതിൻ്റെ റൈറ്റിൽ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ റൈറ്റിൽ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ വി ഹാവ് കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു കെ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ബാർ കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ. ഇനി നമ്മൾ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കെ ബാർ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ കെ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ലാംഡ ഫസ്റ്റ് എഴുതിയിട്ട് ദെൻ കെ ബാർ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, 3ഉം 4ഉം. ഓക്കെ, സോ സബ്സ്ട്രാക്റ്റിംഗ് 4 ഫ്രം 3 വിച്ച് ഗീവ്സ് 0 ഈക്വൽ ടു ലാംഡ ബാർ മൈനസ് ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ. ഈ ഒരു ഇക്വേഷൻ കിട്ടും നമുക്ക്. ഓക്കെ, കാരണം നമുക്കറിയാം ഇതിൻ്റെ ഈ 3യുടെയും 4ൻ്റെയും രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു എ കെ ആണ്. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 0 ആയി മാറും. റൈറ്റ് സൈഡിൽ നമുക്ക് ലാംഡ ബാറും ലാംഡയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ അത് നമ്മൾ കോമൺ എടുക്കും. കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് 4 സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാംഡ ബാർ മൈനസ് ലാംഡ ഇൻറ്റു കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം കെ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, കെ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു വെക്ടറാണ്. K1, K2, etc. Kn. ഓക്കെ, ഒരു n/1 മെട്രിക്സ് ആണ്. ദിസ് ഈസ് n/1 മെട്രിക്സ്. n റോസും 1 കോളമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്തതാണ് കെ ബാർ എന്ന് പറയുന്നത്. അതിൻ്റെ ട്രാൻസ്പോസ് അതെന്തായിരിക്കും? ഒരു 1/n മെട്രിക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു റോവും n കോളമുള്ള ആ മെട്രിക്സ് എങ്ങനെ വരിക? K1 ബാർ, K2 ബാർ, എക്സെട്ര Kn ബാർ ഈ രൂപത്തിലാണ് വരിക.
ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു റോ ഉള്ളൂ. ഇതൊരു 1/n മെട്രിക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടുക? ഫസ്റ്റത്തത് ഒരു 1/n മെട്രിക്സ് ആണ്, സെക്കൻഡ് ഒരു n/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1/1 മെട്രിക്സ് ആണ് കിട്ടുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇവിടെ എന്താ വരിക? ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് k1 ബാർ ഇൻറ്റു k1, ഓക്കെ, പ്ലസ് k2 ബാർ ഇൻറ്റു k2 പ്ലസ് എക്സെട്ര kn ബാർ ഇൻറ്റു kn, ഈ രൂപത്തിലാണ് വരിക. എന്നുവെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ കോൺജുഗേറ്റ് ഇൻറ്റു ദാറ്റ് കോംപ്ലക്സ് നമ്പർ അങ്ങനെയാണ് വരിക. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ z ബാർ ഇൻറ്റു z, ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അത് വെച്ചിട്ടൊന്ന് പറയും ഇതെന്താണ്? ആക്ച്വലി ദിസ് ഇസ് മോഡ് z² ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് വൺ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മോഡ് k1² പ്ലസ് മോഡ് k2² പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് kn². ഓക്കെ, ഇനി നമുക്കറിയാം കെ എന്ന് പറയുന്ന വെക്ടർ ഒരു നോൺ സീറോ വെക്ടറാണ്, കംപ്ലീറ്റ്ലി നോൺ സീറോ. കാരണം നമുക്ക് k ഈക്വൽ ടു ലാംഡാക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പ്രൊഡക്റ്റും ഒരു നോൺ സീറോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ നമുക്ക് കിട്ടുന്നത് ആബ്സലൂട്ട് വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ കെ ബാർ ട്രാൻസ്പോസ് ഇൻറ്റു കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഇത് ഈ പെർട്ടിക്കുലർ ഇതൊരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ് സീറോ ആവാനുള്ള സാധ്യത. സോ നമ്മൾ എന്തെഴുതും? ലാംഡ ബാർ മൈനസ് ലാംഡ ഈക്വൽ ടു 0. ദിസ് മീൻസ് ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു z ബാർ അതിൻ്റെ കോൺജുഗേറ്റും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു റിയൽ നമ്പർ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലാംഡ ബാർ ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ ലാംഡ ഈസ് എ റിയൽ നമ്പർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് വിത്ത് റിയൽ എൻട്രീസ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ റിയൽ. ഓക്കെ, നെക്സ്റ്റ് inner product. In Rn, the inner product or dot product of two vectors x is equal to x1, x2, etc. xn and y equal to y1, y2, etc. yn is given by x dot y equal to x1, y1 plus x2, y2 plus etc. plus xn, yn. അപ്പോൾ നമുക്കറിയാം R2ലുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? XY എന്നുള്ള ഫോമിലേക്ക് ഉണ്ടാവും, പെയർ ആയിരിക്കും ഉണ്ടാവും. ആറിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്പർ ആയിരിക്കും. ഓക്കെ, R3യിലാണെങ്കിൽ XYZ ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് 2 ടപ്പിൾ, ഇത് 3 ടപ്പിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ Rnലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് x1, x2, etc. xn n ടപ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ Rnലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ് എക്സും വൈയും. ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം x1, x2, etc. xn, y1, y2, etc. yn. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എക്സ് ഡോട്ട് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്തത്? x1 ഇൻറ്റു y1 പ്ലസ് x2 ഇൻറ്റു y2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഇൻറ്റു yn. ഓക്കെ, ദാറ്റ് മീൻസ് x1, x2, etc. xn ഇൻറ്റു y1, y2, എക്സ്ട്രാ yn. ഇതാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റാണ് കാണുന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. x1, y1 then ആഡ് ചെയ്യുക. ഓക്കെ, x1, y1 പ്ലസ് പിന്നെ ഇത് രണ്ടും x2, y2 പ്ലസ് എക്സെട്ര പ്ലസ് xn, yn. അതാണ് നമുക്കിത് കിട്ടുന്നത് x ഡോട്ട് y എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എക്സ് ആൻഡ് വൈ.
ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മെട്രിക്സിൻ്റെ കേസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു n/1 മെട്രിക്സ് ആണ്. അതാണ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത്. അതുപോലെ y എന്ന് പറയുന്നത് y1 y2 എക്സെട്ര yn, ഈ ഒരു വെക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും n/1 മെട്രിക്സ് ആണ്. ഓക്കെ, n റോസും 1 കോളം, എക്സ് ആൻഡ് വൈ, ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സ് ഡോട്ട് വൈ. ഇവിടെ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടും n/1 മെട്രിക്സ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രൂപത്തിലായിരിക്കും എക്സ് ട്രാൻസ്പോസ് വൈ എന്ന് പറഞ്ഞാൽ. എക്സ് ഒരു n/1 മെട്രിക്സ് ആയതുകൊണ്ട് എക്സ് ട്രാൻസ്പോസ് എന്തായിരിക്കും? ഒരു 1/n മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, വൈയോ വൈ ഒരു n/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് കോളം വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സെക്കൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് വൈ എന്ന്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn y എന്ന് കിട്ടും. ഓക്കെ, പിന്നീട് ഇവിടുന്ന് നമുക്ക് ഈ ഒരു റിലേഷൻ ഉണ്ട്, y ട്രാൻസ്പോസ് x ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് y. ഓക്കെ, മറ്റൊരു ഡെഫിനേഷൻ നോം ഓഫ് എ കോളം വെക്ടർ എക്സ്. ഒരു കോളം വെക്ടറിൻ്റെ ഇതുപോലുള്ളൊരു വെക്ടറിൻ്റെ നോം എന്ന് പറയുന്നത് അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, നോം എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഡോട്ട് എക്സ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോളം വെക്ടർ എക്സ് എന്ന് പറയുന്ന കോളം വെക്ടർ അതിൻ്റെ നോം എന്ന് മീൻ ചെയ്യുന്നത് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അതിനായിട്ട് തന്നെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് നോം എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, നോം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഡോട്ട് എക്സ്. അപ്പോൾ എന്ത് വരും? നമ്മളുടെ ഈ ഡെഫിനേഷൻ പ്രകാരം എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് വൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് ട്രാൻസ്പോസ് എക്സ് എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? റൂട്ട് x1² പ്ലസ് x2² പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കോളം വെക്ടർ അതിനെ നമ്മൾ ഈ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര. അപ്പോൾ അതിൻ്റെ നോം എന്ന് മീൻ ചെയ്യുന്നത് ഇതിലുള്ള എലമെൻസുകളുടെയൊക്കെ എന്ത് സ്ക്വയറിൻ്റെ റൂട്ട് x1² പ്ലസ് x2² പ്ലസ് ഈ രൂപത്തിൽ എലമെൻസുകൾ കറസ്പോണ്ടിങ് എലമെൻസുകളുടെ സ്ക്വയർ അത് ആഡ് ചെയ്യുക, ദെൻ റൂട്ട് എടുക്കുക, xn സ്ക്വയർ. അതായിരിക്കും അതിൻ്റെ നോം എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് എ തിയറം, ഓർത്തോഗണൽ ഐഗൻ വെക്ടേഴ്സ്. ലെറ്റ് എ ബി എൻ n/n സിമെട്രിക് മെട്രിക്സ്. എന്ന് പറയുന്നത് ഒരു n/n സിമെട്രിക് മെട്രിക്സ് ആണ്. ദെൻ ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു n/n മെട്രിക്സ് ആണ്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടിട്ട് അതിൽ നിന്ന് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഐഗൻ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ദ ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ്, അങ്ങനെ കിട്ടുന്ന ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ ആ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഐഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് നമുക്ക് കണ്ടത്. ഓർത്തോഗണൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രൂഫ്, ലെറ്റ് λ1 ആൻഡ് λ2 ബി 2 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ 2 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണ് λ1ഉം λ2. അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് ആണ് k1 ഉം k2. ഓക്കെ, k1 ആൻഡ് k2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ak1 ഈക്വൽ ടു λ1 k1, അതുപോലെ ak2 ഈക്വൽ ടു λ2 k2. ഓക്കെ, നമ്മളിവിടെ ബൈ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു k1 എന്ന് പറയുന്നത് λ1 എന്ന് പറയുന്ന ഈ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ്. k2 എന്ന് പറയുന്നത് λ2 എന്ന് പറയുന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. വി വിഷ് ടു ഷോ ദാറ്റ് നമ്മൾ ഈ ഐഗൻ വെക്ടേഴ്സ്
ഓർത്തോഗണലാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് K1 ഡോട്ട് K2 ഇത് 0 ആണെന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ബൈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. K1 ഡോട്ട് K2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഇത് ഡോട്ട് പ്രൊഡക്റ്റാണ്. ഇവിടെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡോട്ട് ഉണ്ടാവശ്യമുണ്ട്. സോ K2 ഇതാണ് കിട്ടുന്നത്. ഓക്കെ, സോ K1 ഡോട്ട് K2 വിച്ച് ഇസ് ഈക്വൽ ടു K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമ്മളുടെ അസംഷനിൽ നിന്ന് നമ്മൾ എന്നിട്ട് AK1 ഈക്വൽ ടു λ1 K1 AK2 ഈക്വൽ ടു λ2 K2. നൗ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ട്രാൻസ്പോസ് എടുക്കുക രണ്ട് സൈഡിലും. ഇപ്പോൾ എന്ത് കിട്ടും? AK1 ഹോൾ ട്രാൻസ്പോസ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം K1 ട്രാൻസ്പോസ് ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു λ1 ഇൻറ്റു K1 ട്രാൻസ്പോസ്. ഓക്കെ, നമ്മൾ ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സ്, അവർ മെട്രിക്സ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ദാറ്റ് മീൻസ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് K1 ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് എഴുതിയത്. ഇത് ആക്ച്വലി എ ട്രാൻസ്പോസ് ആണ് വരുന്നത്, പക്ഷേ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ദ റിസൾട്ട് ഓൺ ദ റൈറ്റ് ബൈ K2. ഓക്കെ, ഇതിനെ നമ്മൾ റൈറ്റിൽ K2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റു K2 ഈ രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ നമ്പർ 9 നമുക്ക് കിട്ടുന്നത്. K1 ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു K2 വിച്ച് ഇസ് ഈക്വൽ ടു λ1 ഇൻറ്റു K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷൻ്റെ, അതായത് ഈ ഇക്വേഷൻ, ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ K1 ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? K1 ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു K2. എ ഇൻറ്റു K2 ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ K1 ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതുപോലെ തന്നെ λ2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് λ2 ഫസ്റ്റ് എഴുതാം. ദെൻ K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ സബ്സ്ട്രാക്റ്റിംഗ് 10 ഫ്രം 9. 9ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ സെയിം ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 0 കിട്ടും. റൈറ്റ് സൈഡിൽ നമ്മളിത് മൈനസ് ചെയ്യുന്ന സമയത്ത് λ1 ഇൻറ്റു K1 ട്രാൻസ്പോസ് K2 മൈനസ് λ2 ഇൻറ്റു K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 ഇത് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കോമൺ എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? 0 ഈക്വൽ ടു λ1 മൈനസ് λ2 ഇൻറ്റു K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 എന്ന് കിട്ടും. നമ്മൾ λ1ഉം λ2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് λ1 മൈനസ് λ2 എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. പിന്നെ 0 ആവുന്ന കേസ് ഏതാണ്? ഇതായിരിക്കും സാധ്യത. അപ്പോൾ അതുകൊണ്ട് K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 ഈക്വൽ ടു 0. K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 എന്ന് പറഞ്ഞാൽ എന്താണ്? K1 ഡോട്ട് K2 എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റിൽ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. K1 ഡോട്ട് K2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സെക്കൻഡ് എന്നുള്ളതായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് K1 K2 ആണ് നമ്മളുടെ വെക്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അതെന്താണ്? K1 ട്രാൻസ്പോസ് K2 വിച്ച് ഇസ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അത് ഓർത്തോഗണലാണ് എന്ന് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് an എക്സാമ്പിൾ. The eigenvalues of the symmetric matrix A equal to 0, minus 1, 0, minus 1, minus 1, 1, 0, 1, 0 are λ1 equal to 0, λ2 equal to 1 and λ3 equal to minus 2. ഈ ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് λ1, λ2, λ3. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ആണ് K1, K2, K3. എന്ന് വെച്ചാൽ λ1 എന്ന് പറയുന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റർ K1, λ2ന് K2, λ3 K3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾ ദ ഐഗൻ വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന λ1ഉം λ2ഉം λ3 ഡിഫറെൻ്റ് ആണ്. λ1 0, λ2 1, λ3 -2 ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് ഇതിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ടത് K1 ഡോട്ട് K2 എടുക്കുകയാണെങ്കിൽ അത് 0 ആവണം, K1 ഡോട്ട് K3 0 ആവണം, K2 ഡോട്ട് K3 0 ആയിരിക്കണം. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ K1 ഡോട്ട് K2 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി K1 ട്രാൻസ്പോസ് ഇൻറ്റു K2 ഇത് 0. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതെല്ലാം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇതെന്ത് വരും? K1 ട്രാൻസ്പോസ്
K3 equal to 0. അതുപോലെ തന്നെ K2 ട്രാൻസ്പോസ് ഇൻറ്റു K3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. K1 ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ട്രാൻസ്പോസ് 101 എന്ന് പറയുന്ന ഈ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. അതുപോലെ ഈ മൂന്നും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 0 കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ ടു ഫൈൻഡ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഫോർ an n by n മെട്രിക്സ് A when some of the eigen values are repeated. പക്ഷേ സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ദാറ്റ് എ സെറ്റ് ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ക്യാൻ ഓൾവേസ് ബി ഫൗണ്ട് ഫോർ an n by n സിമെട്രിക് മെട്രിക്സ് A ഈവൻ വെൻ ദർ ഈസ് സം റിപ്പീറ്റേഷൻ ഓഫ് ദ ഐഗൻ വാല്യൂസ്. ഇപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐഗൻ വാല്യൂസിൽ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, now let's discuss some exercise questions. In problem 1 to 4, first one, verify that the indicated column vectors are eigenvectors of the given symmetric matrix. Second, identify the corresponding eigenvalues. And third, verify that the column vectors are orthogonal. നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓരോ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടത് ഈ കോളം വെക്ടേഴ്സ് ഓക്കെ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വെക്ടേഴ്സ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് വെരിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, അതിനുശേഷം കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസ് വെരിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെരിഫൈ ദാറ്റ് ദ കോളം വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ. അപ്പോൾ ഈ കോളം വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് നമുക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള മാക്സിമം ഈ 1 to 4 മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.